ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഇപ്പോഴും ആ ഒരു സാധനം വന്നിട്ടില്ല, കല്യാണമായി എന്നുള്ളത്. എന്തായാലും സാരി ഒക്കെ പോയിട്ട് അറിഞ്ഞു കൊടുത്തൊക്കെ നോക്കുമ്പോൾ വരുമായിരിക്കുന്നത് തീർന്നു. അപ്പം രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 7:30 സമയമൊക്കെ ആയപ്പോഴേക്കും കോഴിക്കോടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. സിൽക്ക് മന്ദിർ അല്ലെങ്കിൽ ജയലക്ഷ്മി, അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി തപ്പി തരുന്ന സാരി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം വിശദ വിവരങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഉണ്ട്. നമ്മൾ ഫാമിലി പരമായിട്ടാണ്, അല്ല ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടില്ല. അച്ഛൻ മോനൂസും ഇല്ല, ബാക്കി ഞങ്ങൾ എല്ലാവരും അനിയനാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. അതുകൊണ്ടാണ് അനിയനെ തന്നെ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. അതെ 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 അതെ. ബാക്കി 2 പെങ്ങന്മാരും ഉണ്ട്, അമ്മയും ഉണ്ട്. അമ്മയാണ് മെയിൻ, അതുകൊണ്ടാണ് അമ്മയുടെ മെയിൻ ബുക്കിംഗ് അതിഥിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് എല്ലാവർക്കും എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അവിടെ എത്തിച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നിലമ്പൂർ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ കോഴിക്കോട് എത്തണം. ബാക്കി വിശേഷം വലിയ കഞ്ചി. അങ്ങനെ നമ്മൾ സമയമൊട്ടും കഴിയാതെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സിൽക്ക് മന്ദിറിലേക്ക്. ആക്ച്വലി ഞങ്ങൾക്ക് ആ ഷോപ്പ് എവിടെയെന്ന് അറിയില്ല. ഇതുവരെ ഞങ്ങൾ ആരും അവിടെ പോയിട്ടില്ല കേട്ടോ. പറഞ്ഞു കേട്ടൊരു അറിവുള്ളതുകൊണ്ടാണ് പോയിട്ടുള്ളത്. അവിടെ നല്ല സാരീസ് കിട്ടും, അഫോർഡബിൾ റേഞ്ചിലൊക്കെ നല്ല ഭംഗിയുള്ള വെഡിങ് സാരീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10:45 സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം യാതൊരു വക ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണമാണ് വരാൻ പോകുന്നത്, എനിക്കാണ് വെഡിങ് സാരി എടുക്കാൻ പോകുന്നത്, അങ്ങനത്തെ യാതൊരുവിധ ചിന്തകളും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനത്തെ സാരി എടുക്കണം എന്നുള്ള ഒരു റെഫറൻസ് പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരുന്ന വഴിക്കാണ് അത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഞങ്ങൾ പറഞ്ഞ പാറ്റേൺ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇവിടെ കുറച്ച് സ്റ്റൈലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് സെലക്ഷനിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റൈലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുന്ന വഴിക്കാണ്ട് ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ റെഫറൻസ് നോക്കിയോ, ഏതാ നോക്കി, ഏത് കളറാ നോക്കി, ഏതെങ്കിലും ഒരു പാറ്റേൺ നീ എന്ന് നോക്കി വെക്ക്, നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് എങ്ങനത്തേതാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അവരോട് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടാണ് സംഭവം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ആയിക്കോട്ടെ, എൻ്റെ ചേച്ചിയുടെ കല്യാണം ആയിക്കോട്ടെ, എൻ്റെ സഞ്ജുൻ്റെ അനിയൻ്റെ കല്യാണം ആയിക്കോട്ടെ, അപ്പോഴൊക്കെ മൊത്തം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ബ്രൈഡിന് എങ്ങനത്തതാണ് വേണ്ടത്, എനിക്ക് എങ്ങനത്തതാണ് വേണ്ടത്, നമ്മുടെ ഫാമിലിയിൽ എങ്ങനത്തതാണെന്നൊക്കെ നോക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം വന്നപ്പോഴേക്കും എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നറിയില്ല. മേ ബി എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് ചേച്ചി അത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി എടുക്കരുതെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ടൈം യൂസ് ചെയ്യാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കൂടുതൽ ക്യാഷ് കളയണോ എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ 2-3-4 സാരി നോക്കിയിട്ടുണ്ട്, 2-3 മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ നോക്കാം. അതല്ല ചേച്ചി, കുറച്ച് ഡാർക്ക്, ഭയങ്കര ഡാർക്കല്ല. ഞാൻ എന്തായാലും കാണിക്കുമ്പോൾ ചിലപ്പോൾ നല്ല നല്ല സാരി അതുകൊണ്ടാണ് പറയുന്നത്.
ഏകദേശം നമ്മളൊരു 3-4 സാരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന കളർ വേണം അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാരി സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്, അനശ്വര. അവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾ സാരി എങ്ങനെയാണ് മെറ്റീരിയൽ എങ്ങനെയാണ് നോക്കി പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് നോക്കിയിട്ടൊക്കെയാണല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റെഫറൻസ് നോക്കി വന്ന സാരിക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. 35K 30K ആ റേഞ്ചൊക്കെ ആയിരുന്നു. പിന്നെ അത്ര റേറ്റ് കൂടുതൽ സാരി എടുക്കുന്നത് എനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. അതുകൊണ്ട് അത്ര റേറ്റിൻ്റെ വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊരു സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേണ്ട, വെച്ച് നോക്കട്ടെ. എന്റെ ഒരു ആഗ്രഹത്തിന് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് സാരി ആക്കിയിട്ട് ചോദിക്കോളെ ഓൾഡേ പോയി ഓൾഡേ പോവും. നീ തുണി പിടിച്ചോ എല്ലതും ആണോ? അതല്ല അമ്മക്കൊക്കെ ഓക്കെയാ. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തോളൂ. അതാ പറഞ്ഞ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല സാരി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രയത്നിക്കുന്നു കേട്ടോ. എന്താ പറയാ, ഫേസിൽ തെളിച്ചം വരണം. ഞങ്ങളിതിങ്ങനെ കാണണല്ലോ കൊറേ ആയിട്ട്. ഓ അതെ അതെ, അതാ അവിടുന്ന് എടുത്തോണ്ടെന്നാ. ഇതും രസമുണ്ട് അതും രസമുണ്ട്. പക്ഷെ ഞങ്ങൾ കല്യാണ സാരി എടുത്തല്ലേ. ഇനിയിപ്പോൾ ബാക്കി ഷോപ്പിംഗ് ആണ്. സാരി കഴിഞ്ഞു. ഇനി അമ്മയ്ക്കും ദേവുവിനൊക്കെ എടുക്കണം. പിന്നെ എനിക്ക് പിറ്റേന്ന് അമ്പലത്തിൽ പോകാൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വിരുന്നിന് പോകാൻ എടുക്കണം. അങ്ങനത്തെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. എന്നിപ്പോൾ നമ്മൾ സാരി മാത്രം എടുത്ത് കഴിഞ്ഞിട്ടുള്ള കല്യാണ സാരി മാത്രമേ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം അമ്പലത്തിൽ ഇടാനും അതുപോലെ തന്നെ വിരുന്നിനിടാനുള്ളൊക്കെ ഡ്രസ്സ് എടുക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ ഞാനും സഞ്ജുകൊണ്ട് പിന്നെ ഒരു ദിവസം പോയിട്ട് എടുക്കാന്നുള്ള രീതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ധാവണി അതുപോലെ തന്നെ സെറ്റ് സാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. തീരുമാനമൊന്നും ആകാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് സാരി എടുക്കാനും ദേവുവിന് സാരി എടുക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ചെക്ക് ലൈൻസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേവുവിന് ആക്ച്വലി റോസ് വേണം, റാണി പിങ്ക് ആ ഒരു ഷെയ്ഡ് വേണം എന്നായിരുന്നു ആൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ആ ഒരു സാധനമല്ല ഞങ്ങൾ എടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈപ്പിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിലേറെ നല്ലൊരു സാരി കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കല്യാണ സാരി ഞാൻ ഏതായിരിക്കും എടുത്തതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാരിക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള സാരിയായിരുന്നു. ഒരു 2Kക്ക് താഴെയുള്ള സാരികളാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ. നല്ല ഭംഗിയുള്ള സാരികളുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം, അവിടുത്തെ
കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടാണോ ചേച്ചിമാരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെതെല്ലാം എടുത്തതിന് ശേഷം നേരെ സഞ്ജുവിനെ നോക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ സഞ്ജുവിനെ അവിടുന്ന് ഡ്രസ്സ് കിട്ടുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് സഞ്ജുവിനെ എടുക്കണമെന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഡ്രസ്സ് ഇട്ട് കണ്ടതോടുകൂടി അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഭയങ്കര ഇമോഷണലി അമ്മ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കല്യാണമല്ലേ, ഒരുപാട് വർഷമായിട്ട് അമ്മ കാത്തിരിക്കുന്ന കല്യാണമാണ് സഞ്ജുവേട്ടൻ്റെ എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കണ്ടതോടുകൂടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി. അനശ്വര ഇരുന്ന് കരഞ്ഞു, ദേവന് സങ്കടമായി, എനിക്ക് സങ്കടമായി, ആകെ മൊത്തത്തിൽ ഒരു ഇതായിരുന്നു കേട്ടോ. സഞ്ജുവേട്ടൻ്റെ ഡ്രസ്സ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കുന്നില്ല, ആളുടെ കല്യാണത്തിന് തന്നെ കാണാം ഇട്ടിട്ട്. ആകെ 2-3 എണ്ണ ആൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരെണ്ണം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഇടാൻ പറ്റുമോ, കെട്ടിപ്പിടിക്കാൻ പറ്റുമോ, കുനിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഓരോന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കാണിക്കുന്നില്ല, കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് കാണാം. അപ്പം അങ്ങനെ നമ്മൾ ഷർട്ടിന് പറ്റുന്ന കല്യാണം മുണ്ടും കൂടെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സാരി, പിന്നെ ദേവുവിനും അമ്മയ്ക്കുള്ളത്, പിന്നെ അല്ലറ ചില്ലറ നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട ഫുള്ള് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതിന് പിന്നെ വേറെ ദിവസം ഇറങ്ങേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ബീച്ച് ഹോട്ടലിലുണ്ടോ വന്നിട്ടുള്ള മൂട്ടൊക്കെ പിടിച്ച മേലെ കെട്ടി ക്ഷീണമായി മിക്സ്ഡ് ഉണ്ടാവും. ഫുഡൊക്കെ കഴിച്ച് അത് അളാസ് നല്ല ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകേണ്ടത്. വേറെ പ്രത്യേകിച്ച് പരിപാടിയില്ല. ചിലപ്പോൾ നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ബീച്ച് ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ നോക്കട്ടെ. ബീച്ചിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കാറ്റുണ്ടായിരുന്നത്. മൊത്തം മണലാണ് കേട്ടോ വരുന്നത്. ഉപ്പുവെള്ളവും മണലും കൂടിയാണ്. കാറ്റ് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ മഴയും ചാറുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ആറ്റുനൂറ്റ് ബീച്ച് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് പ്ലാനൊക്കെ ചെയ്തിട്ട്. പക്ഷേങ്കിൽ മൊത്തത്തിൽ ചീറ്റിപ്പോയി എന്ന് പറയട്ടോ. പിന്നെ കടൽ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു കരയിലേക്ക്. ഇനി അതുകൊണ്ടാണോ ഇത്രയും കാറ്റ്, വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരൂടെ നേരെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വഴിയെ ഞാൻ കല്യാണത്തിൻ്റെ ഓരോ വിശേഷങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ.